ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചിട്ടും റോഡ് അടച്ച് ഗതാഗതം തടസ്സപ്പെടുത്തുന്ന സമ്മേളനങ്ങളും പ്രതിഷേധങ്ങളും തുടരുകയാണ്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് അടച്ചുള്ള CPM ഏരിയ സമ്മേളനമാണ് വിവാദമായത് എങ്കിൽ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ CPI സർവീസ് സംഘടനകളുടെ രാപ്പകൽ സമരത്തിലാണ് ഗതാഗത കുരുക്കുണ്ടായത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് റോഡിന് കുറുകെ സ്റ്റേജ് കെട്ടി CPIM പാളയം ഏരിയ സമ്മേളനം നടന്നത്. മാധ്യമ വാർത്തകൾക്ക് പിന്നാലെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു. കണ്ടാലറിയുന്ന 500 പേർക്കെതിരെയായിരുന്നു കേസ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിഷയത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് പോലീസിന്റെ തുടർ നടപടി. കേസിൽ പാളയം ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ 31 പേരെ പ്രതി ചേർത്തു. പാർട്ടി അംഗങ്ങൾ, മൈക്ക് ഓപ്പറേറ്റർ ഉൾപ്പെടെയുള്ളവരാണ് കേസിലെ പ്രതികൾ. സംഭവത്തിൽ തെറ്റുപറ്റിയെന്ന് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ്. വഞ്ചിയൂർ മെയിൻ റോഡിലല്ല ഞങ്ങൾ സ്റ്റേജ് കെട്ടിയത്. ഈ അടുത്ത കാലത്തായിട്ട് ആമയിഴഞ്ചാൻ തോടിൻ്റെ മുകളിൽ സ്ലാബ് ഇട്ട് ഒരു ചെറിയ ഏതാണ്ട് ഒരു 15-20 മീറ്റർ നീളത്തിൽ ഒരു ബൈപ്പാസ് പോലെ ഒരു റോഡ് നിർമ്മിച്ചിരുന്നു. വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി ആ പൊതുസമ്മേളനം നടത്തേണ്ട സ്റ്റേജ് ആ നിലയിൽ കെട്ടേണ്ടിയിരുന്നില്ല എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴി തടഞ്ഞ് സ്റ്റേജ് നിർമ്മിച്ച CPI അനുകൂല സർവീസ് സംഘടനകളുടെ രാപ്പകൽ സമരം പുരോഗമിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ ഗതാഗത കുരുക്കാണ് സമരം മൂലമുണ്ടായത്. എന്നാൽ ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടില്ലെന്ന് ജോയിന്റ് കൗൺസിൽ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കൽ 24നോട്. നമ്മളൊരിക്കലും ഒട്ടും നിയമം ലംഘിച്ചിട്ടൊന്നുമില്ല. ഇതിനകത്ത് ഈ ഫുട്പാത്തിനകത്ത് കുറച്ച് കസേര ഉണ്ടെന്നുള്ളത് ശരിയാണ്. സ്റ്റേജ് റോഡിലേക്കല്ല, റോഡിന്റെ ഗതാഗതം തടസ്സം ഇല്ലാതെയാണ് സ്റ്റേജ് നിൽക്കുന്നത്. സ്റ്റേജ് ആയിട്ടില്ല, ടെമ്പററി ആണ്, എപ്പോഴും മാറ്റുന്നില്ല. അങ്ങനെ അല്ലാതൊരു തടസ്സപ്പെടുത്തിയല്ലായിട്ടില്ല. പൊതുജനസഞ്ചാരം തടഞ്ഞുകൊണ്ടുള്ള ഇത്തരം സമരങ്ങൾക്കെതിരെ കർശന നിലപാടാണ് ഹൈക്കോടതിയുടേത്. വഞ്ചിയൂർ SHOയോട് നേരിട്ട് ഹാജരാകാനാണ് കോടതി നിർദ്ദേശം. സമരങ്ങൾക്കോ പ്രതിഷേധങ്ങൾക്കോ എതിരല്ല. പക്ഷേ ഹൈക്കോടതി പറഞ്ഞ പോലെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കിക്കൊണ്ടുള്ള ഇത്തരം സമരങ്ങളും പ്രതിഷേധ പരിപാടികളും വേണോ എന്ന് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ആലോചിക്കണം. ക്യാമറമാൻ അഭിലാഷിനൊപ്പം AV ജയശങ്കർ, 24 തിരുവനന്തപുരം.